അമ്മ, നമ്മുടെ ഈ ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ പടം, അമ്മ എൻ്റെ കൂടെ രണ്ടാമത്തെ പടമാണ് ഇപ്പോൾ ചെയ്യണത്. നീ 2 പടം ചെയ്തുള്ളൂ. അതെ, അത് ശരിയാണ്. ഞാനുണ്ടായിരുന്നു. താങ്ക്സ്. യെസ്, വെരി ഗുഡ്, വെൽക്കം. അതെ, ആ ക്യാരക്ടറിനെ കുറിച്ചും ആ ഒരു അതിൻ്റെ ഒരു ഇത് ഡെവലപ്പായി വരുന്ന സമയം മുതൽ അമ്മയ്ക്ക് അറിയാമല്ലോ, അത് സ്ക്രാച്ച് മുതൽ നമ്മളിപ്പോൾ ഇതുവരെ എത്തി. അപ്പോൾ അതിൻ്റെ ചില എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്തില്ല? എനിക്ക് ചന്ദ്രേട്ടൻ എവിടെയാ എന്നുള്ള സിനിമയുടെ കഥ അത് ആദ്യമേ അറിയാമായിരുന്നു. അതെങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നീ പറഞ്ഞിട്ടൊന്നുമല്ല, സന്തോഷ് ചിക്കാനത്തിൻ്റെ ഒരു ചെറുകഥയുടെ ബുക്ക് ഞാനല്ല കൊണ്ട് തന്നെ. ആ ബുക്ക് വായിച്ചിട്ട് അതിനകത്തുള്ള ഒരു കഥയാണ് ഇത്. മീനത്തിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു കഥയാണ്. ആ കഥ വായിച്ചപ്പോൾ തന്നെ അറിയായിരുന്നു. പിന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ എൻ്റെ കഥാപാത്രം ഇല്ലെന്ന് തോന്നുന്നില്ലേ? ഇല്ല, എൻ്റെ ഒരു കഥാപാത്രം ഇല്ല. അതൊക്കെ കൂടുതലായിട്ട് വന്നതാണ്, സിനിമയിൽ ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. എനിക്കൊരു 4-5 ദിവസത്തെ വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഉള്ളത് പറയല്ല, നല്ലത് തന്നെയായിരുന്നു. വളരെയധികം ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ പടത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപാത്രമായിരുന്നു ഇതിനകത്ത്. സത്യനന്ദിക്കാടിൻ്റെ പടത്തിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ട് അതെ, എനിക്ക് ഈ ക്യാരക്ടറിന് ലൈക്ക് അമ്മ ഇത്തരം ക്യാരക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ ഈ മറ്റേ ഭയങ്കര ഭക്തിസാന്ദ്രമായി നടക്കുന്ന ആൾക്കാർ, ഈ മറ്റേ പ്രസാദവും അത് വത്സല എന്ന് പറയുന്ന ഈ ക്യാരക്ടറിനെയൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. അമ്മ അത് ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ കഥാപാത്രം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഇങ്ങനെയല്ല, ഈ രൂപത്തിലല്ലായിരുന്നു. അത് നമ്മൾ മുഴുവനും കഥയെപ്പറ്റി പറയണ്ട, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്കൊരു സംശയമുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ അനുശ്രീയുടെ കഥാപാത്രം ഇല്ലേ, അതപ്പോൾ അനുശ്രീ ആദ്യം വന്നത് ലാൽ ജോസിൻ്റെ ഒരു പടത്തിലാണ്, ഡയമണ്ട് നെക്ലസ്. അതിൽ അരുണേട്ട വിളിച്ച് നടക്കുന്ന ഒരു കഥാപാത്രം, വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പെണ്ണ. അതുമായിട്ട് സാമ്യമുണ്ടോ ഈ കഥാപാത്രത്തിന്? ഇല്ല, വിളിയിൽ മാത്രം. ഇതിപ്പോൾ തൃശ്ശൂരുള്ള ഒരാൾ എടാ ജോസെ, എടാ ജോർജ് എന്ന് വിളിച്ചാൽ ഒരേപോലെ തന്നെ ഇരിക്കുമല്ലോ. പക്ഷെ ജോസിനെയും ജോർജിനെയും വിളിക്കുന്ന രണ്ടുപേരായിരിക്കും, സ്ലാങ് ഒരേ. അതുപോലെ ഇതിൽ ചന്ദ്രേട്ടാന്ന് വിളിക്കുന്നേ ഉള്ളൂ, ലൈക്ക് ഭർത്താവുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ മെച്ചോർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവള്. ഡയമണ്ട് നെക്ലസിൽ വന്ന ഒരു ക്യാരക്ടർ അല്ല, ഒരു ഉദ്യോഗസ്ഥയാണ്, ഒരു 6 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയാണ്. എന്നാൽ ഒരു ഭയങ്കര സ്പിരിറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു പെണ്ണാണ്. ചന്ദ്രേട്ടനും ഇവളും ഈ വീടും തന്നെ ലോകം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കുട്ടി. നല്ല അത്യാവശ്യം ഭക്തിയും പരിപാടിയൊക്കെ ഉള്ള, എന്നാൽ ഒരു നല്ല കഥാപാത്രമാണ്, വളരെ നല്ല കഥാപാത്രമാണ്. എനിക്ക് നന്നായി ചെയ്തിട്ടുണ്ട്, വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ആ ഡയമണ്ട് നെക്ലസിന്റെ അവിടെ നിന്നൊക്കെ കമ്പാരിസൺ ഒക്കെ വിടും ഇത് വരുന്നതോടുകൂടി. ബിക്കോസ് അതിൽ നിന്നൊരു ശരിക്കും കയറിയിട്ടുണ്ട് ആള്, മെച്ചോർഡായിട്ടുണ്ട്. ഇവിടെ വെച്ച് ചോദിക്കുന്നത്, നിന്നെ ഇതുവരെ കണ്ടിട്ടില്ല, ഒരുപാട് വളർന്നു. ഷൂട്ടിങ്ങിന് ശേഷം, പടം തുടങ്ങിയ ശേഷം കാണാറില്ല. വടക്കാഞ്ചേരിയിലെ വീടൊക്കെ അറിയുമോ നീ? അത് നമ്മളൊന്ന് വിവരം അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ വിഷു ഒക്കെ വരുന്നുണ്ട്, വഴി പറയാവില്ലല്ലോ. ഇനി പറ. ഇത് വെരി പ്യുവറാണ്. ഈ പടം നമ്മൾ നിദ്ര എന്ന് പറഞ്ഞൊരു പടത്തിന്റെ റീമേക്കിന് ശേഷം എൻ്റെ ഒരു ആദ്യത്തെ ഫീച്ചർ ഫിലിമായിട്ട് വേണമെങ്കിൽ എനിക്കിത് പറയാം. ഒരു പുതിയ സ്ക്രിപ്റ്റ്, പുതിയ സാധനം, എല്ലാം മറ്റേതൊരു പഴയ സാധനമാണ്, അതിനെ റീമേക്ക് ചെയ്തു എന്നുള്ളൊരു സാധനത്തിൽ. ഓഫ് കോഴ്സ് നമ്മൾ റീമേക്ക് ചെയ്തെങ്കിലും നമ്മുടേതായിട്ടുള്ള സാധനം. പടം ഞാൻ പറയുകയാണെങ്കിൽ നല്ല പടമായിരുന്നു നിദ്ര. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടം തന്നെയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള, അതെ, പുതിയ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയിരിക്കുകയാണല്ലോ. ഇപ്പൊ അതെന്ന് പറയുന്ന രാജു, അശ്വതി ഒക്കെ അച്ഛനും നമ്മുടെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളൊക്കെ അതിൽ ഓൾറെഡി ക്രിയേറ്റഡ് ആയിരുന്നു, അതിലുള്ളതായിരുന്നു. അതിനെ ഞാൻ ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തതാണ്. ഇതങ്ങനല്ല, ഇത് പുതിയതായിട്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. ഈ ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ദിലീപ് ഏട്ടൻ്റെ ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്യാനും, അയാൾ ഇങ്ങനെയൊക്കെ വളരെ സർവ്വസാധാരണ ഒരാളായിട്ടാണ്. അയാൾക്ക് നോവും, അയാൾ താഴെ വീണ അയാൾക്ക് നോവും, എന്നാൽ അയാൾക്ക് ഇടയിൽ അവിടെ ആരെങ്കിലും പോയാലും ഒന്ന് എത്തി നോക്കും. നല്ല അങ്ങനെ ഒരു ശരിക്കും തികച്ചും സാധാരണ ചന്ദ്രേട്ടനാണ്. ഒരു ചക്കരക്കുട്ടൻ. ഇതിൽ ദിലീപേട്ടനെ കാസ്റ്റ് ചെയ്യാൻ പോലും നമ്മുടെ ഈ കഥാപാത്രം
ഒരു 40 വയസ്സ് 42 വയസ്സായിട്ടുള്ള ഒരാൾ. അങ്ങേര് ഈ ഒരു ഗവൺമെൻറ് എംപ്ലോയി. അന്ന് ഒരു ഡാൻസ് ക്രിട്ടിക്കാണ് അങ്ങേര്. ദക്ഷിണ വൈദ്യനാഥൻ്റെ, രമാവൈദ്യ എല്ലാവരുടെയും ഡാൻസ് പ്രോഗ്രാംസ് ട്രിവാൻഡ്രത്ത് നടക്കുന്ന പോയി കാണുക. അതിനെക്കുറിച്ചുള്ള ക്രിട്ടിക്സ് റിവ്യൂസ് ഈ മാഗസിൻസിലും സാധനത്തിലൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി അന്ന് പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ചില ഫ്രണ്ട്ഷിപ്പ്, ഇപ്പോൾ സുരാജിൻ്റെ ക്യാരക്ടർ ആയാലും ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു 7 വയസ്സ് കൊച്ചിൻ്റെ അച്ഛൻ ദിലീപേട്ടനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ കഥ സമീറിൻ്റെ അടുത്തും ഷൈജുവിൻ്റെ അടുത്തൊക്കെ ആദ്യം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരെ കാസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചപ്പോൾ ഫസ്റ്റ് സൈമൾട്ടേനിയസ് ആയിട്ട് 3 പേരുടെ തലയിലും വന്നത് ദിലീപേട്ടൻ തന്നെയാണ്. അത് പിന്നെ അതിനകത്ത് വേറൊരു കാസ്റ്റിംഗ് ഞങ്ങൾ പിന്നെ ആലോചിച്ചു, ഇതിപ്പോൾ ദിലീപേട്ടൻ ചവിട്ടിയാൽ നമ്മൾ ആരെ വിളിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വേറെ ആളെ കിട്ടുന്നില്ല ശരിക്കും നല്ലൊരു രീതിക്ക്. എന്താ വെച്ചാൽ അത്യാവശ്യം കോമഡിയും ഫീൽ ചെയ്യിപ്പിക്കണം. അന്ന് ഒരു ഭയങ്കര ഇൻഡെപ്ത് സാധനങ്ങൾ വളരെ സട്ടിലായിട്ട്. എനിക്ക് മറ്റൊരു കാര്യം കൂടെ മനസ്സിലായത്, ഇങ്ങനൊരു ഭയങ്കര അസാധാരണമായിട്ടുള്ളൊരു ആക്ടറാണ് കേട്ടോ ഈ ദിലീപേട്ടൻ എന്ന് പറയുന്ന പുള്ളി. കോമഡി മാത്രം ചെയ്ത് നമ്മൾ കോമഡി മാത്രം കണ്ടിട്ട് നമ്മൾ വിചാരിക്കണം പുള്ളി ഒരു കോമഡിയനാണെന്ന്. പക്ഷെ അതിനെക്കാട്ടിലൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു ആക്ടറാണ്. അത് ഈ ഫിലിമിൻ്റെ കുറേ പോർഷൻസിലേക്ക് വരുമ്പോഴത്തേക്കും വളരെ സട്ടിലായിട്ട് പല കാര്യങ്ങളും പിടിച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും ഹാറ്റ്സ് ഓഫ് ആണ് പുള്ളിയുടെ. അതിൽ ഒരു ഡൗട്ടില്ല, പുള്ളിയാണ് പെർഫെക്റ്റ് കാസ്റ്റ് ഇതിനകത്ത്. ദിലീപ് ഞാനും കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപിൻ്റെ അമ്മയായിട്ടൊക്കെ. വേറെ പടങ്ങളൊക്കെ ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ട് അന്നൊക്കെ ഭയങ്കര റേഞ്ചുള്ള ഒരു നടനാണ്, റേഞ്ചുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇത് കോമഡീസാണ് പുള്ളി കൂടുതൽ. അത് ഏറ്റവും എക്സലൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്, അതിൽ ഡൗട്ടില്ല. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ബിറ്റ് വിട്ടുപോയതൊരു ഡൗട്ട്. അപ്പം അത് ഈ പടത്തിൽ പിടിച്ചിട്ടുണ്ട് ആ ഒരു സംഭവം. എൻ്റെ കണ്ണിന് അസുഖമായിട്ടാണോ കണ്ണാടി വെച്ചേക്കുന്നത്? അല്ലാതെ എനിക്ക് ജാടയായിട്ടല്ല. കണ്ണ് കൺജക്റ്റിവൈറ്റിസ്, മറ്റേ മദ്രാസ്. ഇല്ലല്ല, തൊട്ടാലേ പകരുള്ളൂ. അല്ല, നിദ്ര കഴിഞ്ഞിട്ടിപ്പോൾ നമ്മളിപ്പോൾ എത്ര വർഷമായി? 2 കൊല്ലം റിലീസ് കഴിഞ്ഞു. 2.5 കൊല്ലം 2.5 കൊല്ലമായി. 3 കൊല്ലം ആകാൻ വന്നു. നമ്മൾ ഇത്രയും നാളും ഈ പടത്തിന് വേണ്ടി എന്തിനാ വെയിറ്റ് ചെയ്തിരുന്നത്? വേറെ പല കഥകളും ആലോചിച്ചായിട്ട് എനിക്കറിയാം അല്ലേ, പലരെയും സമീപിച്ചതായിട്ട് പല കഥകളും ഒന്നായിട്ടും അവസാനം വന്ന ഒരു നിമിത്തം പോലെ ദിലീപ് സെറ്റപ്പ് സമീർ തന്നെ. സമീറിനെ നീ ആദ്യം പരിചയപ്പെടുന്ന നിദ്രയിലാണ്. പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വലിയ ബന്ധമായിട്ട് മാറിയത് ഒരു കഴിഞ്ഞ ജന്മം ഒരു സഹോദരനെ പോലെ ആയി.